കൂടിയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ ഇല്ലാ ഇലാ ആലിമിൻ യദ്ഉകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ മിനശ് ശക്കി ഇലൽ യഖീൻ വമിനർ റിയാഇ ഇലൽ ഇഖ്ലാസ് വമിനർ റഗ്ബതി ഇലൽ സുഹദ് വമിനൽ കിബ്രി ഇലൽ തവാദു വമിനൽ അദാവതി ഇലൻ നസീഹ സദഖ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഏത് പണ്ഡിതന്റെ കൂടെയാണ് ഇരിക്കേണ്ടത്, ഏത് പണ്ഡിത വിഭാഗത്തോടു കൂടാണ് നിങ്ങൾ സഹവസിക്കേണ്ടത് എന്നതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായൊരു മാർഗരേഖ വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തജ്ലിസു ഇൻദ കുല്ലി ആലിമിൻ, നിങ്ങൾ എല്ലാ അറിവുള്ളവരുടെ കൂടെയും ഇരിക്കരുത്. അറിവുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അറിവിനെ മാനദണ്ഡമാക്കിയിട്ട് എല്ലാ അറിവുള്ള ആളുടെ കൂടെ ഇരിക്കരുത്, ആ സംഘത്തിന്റെ ഒപ്പം നിൽക്കരുത്. എങ്ങനത്തെ ആളാണ് ഇരിക്കേണ്ടവരെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഇല്ലാ ഇലാ ആലിമിൻ യദ്ഉകും മിൻ ഖംസിൻ ഇലാ ഖംസിൻ, 5 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുടെ അടുത്തല്ലാതെ നിങ്ങൾ ഇരുന്നു പോകരുതെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തിനെ ഉത്ബോധിപ്പിക്കുന്നു. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ആ കാര്യങ്ങളെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാൻ വിശദീകരിക്കട്ടെ. ഒന്നാമതായിട്ട് മിനശ് ശക്കി ഇലൽ യഖീൻ, സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതൻ. അപ്പൊ സംശയത്തിന്റെ ആളുകളെ, സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ, ദുഷ്ടപണ്ഡിതന്മാരുടെ കൂടെ നിങ്ങൾ ഇരുന്നു പോകരുത്. നാമൊക്കെ വളരെ ഗൗരവത്തോടെ ചിന്തിച്ചു നോക്കണം. നാം ഇരിക്കുന്ന പാത, നാം നിലകൊള്ളുന്ന പാത സത്യമാണോ എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ ഹദീസിന്റെ അർത്ഥമൊന്ന് ഉൾക്കൊണ്ടാൽ മതി. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന യഖീനിന്റെ ആളുകളായ നമ്മുടെ പണ്ഡിതന്മാരുടെ ഒപ്പം നാം ഇരുന്നതിൽ നമുക്കൊരിക്കലും തെറ്റുപറ്റിയിട്ടില്ല എന്ന് നമുക്ക് അർത്ഥശങ്കക്കിടയില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കും. സംശയത്തിന്റെ ആളുകൾ കൂടെ ഇരിക്കരുത്. എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ? സമൂഹത്തിന്റെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, അവരുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്, അവരുടെ സംഘത്തിൽ ചേർന്നു പോകരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ മറുവിഭാഗം, വിഘടിത വിഭാഗത്തിന്റെ ഇന്നുവരെയുള്ള ചരിത്രം ഒന്ന് എടുത്തു നോക്കി നിങ്ങൾ. ചരിത്രം ഒരിക്കലും മാറ്റപ്പെടാനുള്ളതല്ലല്ലോ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് 4 പോസ്റ്റ് അടിച്ചു വന്ന ചരിത്രം ഒരിക്കലും മാറുകയില്ല. ചരിത്രം അതിന്റെ യഥാവിധി നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കൊരു മാറ്റവുമില്ല, നിലകൊള്ളും. ചരിത്രത്തിന് മാറ്റമില്ല. അതിന്റെ ഗൗരവം നാം ഉൾക്കൊള്ളണം. സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നവരാരാണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ കാന്തപുരവിധാം ഇവിടെ പ്രവർത്തിച്ചതുപോലത്തെ സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. മുടി കൊണ്ടുവന്നുകൊണ്ട് അതിന് സനദുണ്ട്, സനദില്ല, സനദല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിം, നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചൊരു വിഭാഗമാണ് ഈ വിഭാഗം എന്നതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത്തരം വിഭാഗത്തിന്റെ കൂടെ ചേർന്നു പോകരുതെന്ന് ഞാനല്ല പറയുന്നത്, വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മുടെ പ്രാദേശിക കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ കഴിഞ്ഞ അവരുടെ പ്രഭാഷണത്തിൽ, സ്വാഗത ഭാഷണത്തിൽ നമുക്കെതിരെ ആരോപണം ഉന്നയിച്ചത്, നമ്മുടെ മദ്രസക്കെതിരെ ആരോപണം ഉന്നയിച്ചത്, അതിന്റെയൊക്കെ സത്യാവസ്ഥ ഒന്ന് പരിശോധിച്ചു നോക്കൂ. മദ്രസക്ക് സാധാരണ ജനൽ പൊളി വാങ്ങാൻ വേണ്ടിയിട്ട് 1000 രൂപ ഒരു സുമാർ വിലയിട്ടുകൊണ്ട് ആ സദസ്സിനോട് തന്നെ ചോദിച്ചു. ഒന്നിന് 1000 രൂപ എന്ന നിലയ്ക്ക് 1000 രൂപ പിരിച്ചു. അതിന്റെ പണി നടത്തിയപ്പോൾ ഒന്നിന് 875 രൂപയെ ആയിട്ടുള്ളൂ. എന്നിട്ട് ആ 125 കമ്മിറ്റിക്കാര് വിഴുങ്ങിയതാണ്, കമ്മിറ്റിക്കാര് സ്വന്തം പോക്കറ്റിലാക്കിയതാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള പ്രചാരണം ഇവർ നടത്തുന്നു. ഇതെത്ര ഗൗരവതരമാണ്! ഇതൊക്കെ സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മാത്രം നടത്തുന്ന ആരോപണങ്ങളല്ലേ? സാധാരണഗതിയിൽ ഏതൊരു സാധനമാണെങ്കിലും അതിനൊരു സുമാറ് വില കാണും. അപ്പൊ ജനൽ പൊളി വെക്കാനാണെങ്കിൽ സദസ്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോട് ചോദിക്കും. അപ്പൊ 1000 രൂപയാണെങ്കിൽ അതിന് 1000 രൂപ വാങ്ങും. ആ 1000 രൂപ വാങ്ങിയതിന് തന്നവർക്കൊക്കെ റസീറ്റും നൽകിയിട്ടുണ്ട്. എന്നിട്ട് ആ തുക കമ്മിറ്റിക്കാരല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവരെ ഔങ്ങിയതാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ വിവേകശൂന്യതയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം.
നാമൊക്കെ പഠിച്ചു വളർന്ന മദ്രസയെ നോവിക്കുമ്പോൾ, ആ മദ്രസ എന്ന സ്ഥാപനത്തിന്റെ അധികാരികൾ നോവിക്കുമ്പോൾ, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഇങ്ങനെയൊക്കെ ദുരാരോപണങ്ങൾ നടത്തിക്കൊണ്ട് താറടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊന്നും മൗനം പാലിക്കാൻ സാധിക്കുകയില്ല. നമ്മളെ ഏൽപ്പിച്ചത്, ഈ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തീർത്തും വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഈ സമൂഹത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഈ വിഭാഗത്തിന്റെ കൂടെ ഇരിക്കരുതെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും പെർമിറ്റിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് നമ്മളെ നോവിച്ചു. ഒരു പ്രദേശത്ത് പരിപാടി വെക്കണമെങ്കിൽ ആ ഏത് സ്റ്റേഷൻ പരിധിയിലാണ് അവിടെ നിന്ന് പെർമിറ്റ് എടുക്കണ്ടേ? വായക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പെർമിറ്റ് എടുത്തുകൊണ്ട് അരീക്കോട് സ്റ്റേഷൻ പരിധിയുടെ സ്റ്റേഷൻ പരിധിയിൽ പോയിട്ട് പാടം കാണുമ്പോഴേക്ക് ആർത്തി കൊണ്ട് അവിടെ കൊണ്ട് ഈ കമ്പിയും കോലും എടുത്തുകൊണ്ട് സ്റ്റേജ് കെട്ടിയാൽ അതിൽ നമ്മളെ പഴിച്ചിട്ടെന്ന് കാര്യം. എന്നിട്ട് പെർമിറ്റ് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലാത്ത പെർമിറ്റ്, എടുക്കാത്ത പെർമിറ്റ് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം അയച്ചുവിടുകയാണ്. ഇതൊക്കെ എത്ര വേദനാജനകമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പെർമിറ്റ് എടുത്തിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ടും സമുദായത്തിന്റെ ഇടയിൽ സംശയമുണ്ടാക്കിക്കൊണ്ട്, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ദുഷ്ടശക്തികളുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. സംശയത്തിൽ നിന്ന് ഉറപ്പിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അതുകൊണ്ട് നാമൊക്കെ നിലകൊള്ളുന്ന പാത, നമ്മുടെ സമസ്തയുടെ പാത ഒരിക്കലും തെറ്റല്ല എന്ന് നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ നമുക്ക് വെറുതെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉന്നയിക്കുമ്പോൾ അതിന്റെയൊക്കെ ഗൗരവം നാം മനസ്സിലാക്കണം. ഈ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഈ മദ്രസക്ക് വേണ്ടി ഏതൊക്കെ പരിപാടിക്ക് ക്ഷണിക്കുമ്പോ ആ പരിപാടിയിൽ നിന്നൊക്കെ ക്ഷണിക്കുമ്പോഴൊക്കെ ഒരു പിന്തിരിപ്പൻ നയം സ്വീകരിക്കുന്ന, അതുപോലെ തന്നെ മദ്രസയിൽ ഒരു പരിപാടിക്ക് ലേലം വിളിക്ക് കൊണ്ടുവെക്കപ്പെട്ട നാടൻ കോഴിമുട്ടെ വെറും പീടികയിൽ നിൽക്കുന്ന 3 രൂപ വിലക്ക് ലേലം വിളിച്ചുകൊണ്ട് മദ്രസക്കൊന്നും കിട്ടണ്ട എന്നുള്ള മനസ്സിലിരിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കുന്ന, ഏത് സമയം കിട്ടിയാലും ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്തരം വിഭാഗത്തിന്റെ ഗൂഢനീക്കങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ പറയേണ്ടി വന്നതിൽ വളരെയധികം ഖേദമുണ്ട്. നമ്മുടെ മദ്രസയെ നോവിക്കുമ്പോൾ, നമ്മുടെ മദ്രസ സ്ഥാപനത്തിൽ നടത്തിക്കൊണ്ടുപോകുമ്പോൾ അതിൽ തല്ലുവാരിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്കൊന്നും മൗനം വീക്ഷിക്കാൻ കഴിയുകയില്ല. എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, എനിക്ക് അക്ഷരം പഠിപ്പിച്ച മദ്രസയാണ് സബീലുൽ ജന്ന മദ്രസ. ഇതിനെ ആർക്കും കരിവാരി കേൾക്കാൻ സാധിക്കുകയില്ല. ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു അവർക്ക് വേണ്ട രൂപത്തിൽ അള്ളാഹു അവർക്ക് ശിക്ഷ കൊടുക്കും. ഈ പ്രദേശത്തുകാരുടെ യുവാക്കളൊക്കെ അക്ഷരം പഠിപ്പിച്ച മദ്രസയാണ്. മദ്രസയിൽ നിന്ന് അക്ഷരം പഠിച്ചിട്ട് പിന്നെ അതിന്റെ കാര്യങ്ങളെ എതിർക്കുന്ന, അല്ലെങ്കിൽ അതിനെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു നിലപാട് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ആ വിഷയമൊക്കെ നാം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഞാൻ കൂടുതലൊന്നും അതിലേക്ക് സൂചിപ്പിക്കുന്നില്ല. അതുപോലെ ഈ ഹദീസ് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. മിനശ്ശക്കി ഇലൽ യഖീൻ, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് സത്യത്തിന്റെ ഉറപ്പിന്റെ പാതയിലേക്ക് ക്ഷണിക്കുന്ന അവരോടുകൂടെ, അങ്ങനത്തെ പണ്ഡിതന്മാരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. മാത്രമല്ല ആൾക്കാരെ കാണാൻ വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി പലവിധ കാട്ടിക്കൂട്ടലുകളും നടത്തുന്ന വിഭാഗത്തിന്റെ കൂടെയല്ല നിങ്ങൾ ഇരിക്കേണ്ടത്. ആത്മാർത്ഥയുടെ പ്രതിരൂപങ്ങളായ ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കന്മാരെ നമുക്കറിയാമല്ലോ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, ശംസുൽ ഉലമ, അതിനുശേഷം ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ്, സൈനുൽ ഉലമ, അല്ലാഹു തആല സൈനുൽ ഉലമ, അതുപോലെ നമ്മുടെ മരിച്ചുപോയ ശംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, സൈനുൽ ഉലമ, അവിടത്തൊക്കെ പാരത്രിക ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല ദീർഘായുസ് നൽകുമാറാവട്ടെ.
അതുപോലെ തന്നെ ആഗ്രഹങ്ങളിലും അത്യാഗ്രഹങ്ങളിൽ നിന്നും ത്യാഗത്തിലേക്ക് പരിത്യാഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാരോ അവരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. വമിനൽ കിബിരി, അഹങ്കാരം ആഡംബരത്തിൽ അധ്യക്ഷനായി വായുന്നവരുടെ കൂടെയല്ല, അഹങ്കാരത്തിന്റെ ആയുധങ്ങളായ ആളുകളുടെ കൂടെയല്ല, പണ്ഡിത വേഷധാരികളുടെ കൂടെയല്ല. വമിനൽ കിബിരിയിലെ തവാളു, എളിമയുടെ അതുപോലെ തന്നെ വിനയത്തിന്റെ ആളുകളായ പണ്ഡിതന്മാരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. വമിനൽ ആദാവത്തി ഇല നസീഹ, സമൂഹത്തിൽ ശത്രുത പുലർത്താൻ, നാട്ടിൽ ചിത്രതയുണ്ടാക്കാൻ ശ്രമിക്കുന്ന നാട്ടിലെ നേതാക്കളും കാരണവന്മാരുമായ ആൾക്കാരെ ചിത്രശക്തികളെന്ന് ആരോപിച്ചുകൊണ്ട് വളരെ മോശമായ ഇതിൽ നാട്ടിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന കൂടെയല്ല നിങ്ങൾ നിൽക്കേണ്ടത്. വമിനൽ ആദാവത്തി ഇല നസീഹ, സമൂഹത്തിന് സതുപദേശങ്ങൾ നൽകിക്കൊണ്ട് സമൂഹത്തിന് സത്യം കൂടെ നിങ്ങൾ നിൽക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എല്ലാവരോടും കൂടി പറയുന്നു, സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ എവിടെയുണ്ടോ അവരോടൊക്കെ ഞാൻ പറയുന്നു, ഈ പറഞ്ഞ തവാദുവിന്റെ, വിനയത്തിന്റെ, അതുപോലെ സതുപദേശത്തിന്റെ, ആത്മാർത്ഥതയുടെ, അതുപോലെ ഉറപ്പിന്റെ പണ്ഡിതന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ നാം എല്ലാവരും തയ്യാറാവണം. അവിടെയാണ് നമുക്ക് വിജയം. അല്ലെങ്കിൽ നമ്മുടെ പാരത്രിക വിജയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പാരത്രിക പരാജയത്തിലേക്ക് നാം എത്തിപ്പോകുമെന്ന് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. കേവലം സംഘടനാ വിഷയമല്ല ഇത്. ഇങ്ങനെ പിന്നെ സമൂഹത്തിൽ സംശയവും ആശയക്കുഴപ്പവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്താലും നാം അതിനെ അംഗീകരിക്കരുത്. അതിന്റെ കൂടെ പോയിക്കൊണ്ട് അവരും ചെയ്യുന്നത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കൂടേണ്ട ആവശ്യമില്ല. നമുക്കൊരു സത്യമായ പാതയുണ്ട്. കടലിൽ നടുവിൽ മുസല്ലേറ്റ് നിസ്കരിച്ചാലും അവരെയും നമുക്ക് നമ്പേണ്ട കാര്യമില്ല. ഞാൻ വളരെ ഗൗരവത്തോടെ പറയുകയാണ്. അതുകൊണ്ട് സമസ്തയുടെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ എല്ലാവരും തയ്യാറാണ്. ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്നത്. അതിനു മുമ്പ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുസ്ലിയാർ അവർകളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട മഹ്മൂദ് ആരിഫി അവർകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിലേക്ക് കടന്നു വന്ന കാന്തപുരം വിഭാഗത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിന്റെ, യഖീനിന്റെ, ഇഖ്ലാസിന്റെ, തവാളുഇന്റെ, നസീഹത്തിന്റെ പാതയിലേക്ക് കടന്നു വന്ന പണ്ഡിതൻ, വലിയൊരു പണ്ഡിതൻ കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ബാഖവി ഉസ്താദ് അവർകളാണ് നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തിന് എല്ലാവിധ ആദരവോടുകൂടെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് കാന്തപുരം വിഭാഗത്തിന്റെ അന്തപുരത്തിലെ പൊള്ളത്തരങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് നമുക്ക് സത്യം മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കി തന്ന LCD ക്ലിപ്പ് സഹിതം നമുക്ക് കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി, വളരെ വിശദമായിട്ട് വിവരിച്ചു തരാൻ നമുക്ക് ഇവിടെ മുമ്പിലെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട അലവിദാരിമി കുഴിമണ്ണ അവർകളെയും എല്ലാവിധ ആദരവോടുകൂടിയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിയിലേക്ക് കേൾക്കാൻ വേണ്ടി, വീക്ഷിക്കാൻ വേണ്ടിയിട്ട്, സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടന്നു വന്ന എല്ലാ പണ്ഡിതന്മാരെ, അതുപോലെ കാരണവന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാരോട് കൂടി എനിക്ക് പറയാനുള്ളത്, ഇവിടെ പറയുന്ന കാര്യങ്ങളിലൊക്കെ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സത്യം ഉൾക്കൊള്ളാൻ, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാവണേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിവന്ദനായ പണ്ഡിതനും ബഹുമാനപ്പെട്ട മരുമകനും കൂടിയായ അബ്ദുൽ ബാരി ഉസ്താദ് അവർ, അതുപോലെ തന്നെ നമ്മളെ മുഖ്യപ്രഭാഷണം നടത്തുന്ന
ബഹുമാനപ്പെട്ട നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരിക്കൽ ഇവിടെ വന്ന് നമ്മൾ സംസാരിച്ച്, പക്ഷേ അതുകൊണ്ട് അവസാനിക്കാൻ പ്രതിപക്ഷം സമ്മതിച്ചില്ല. ഒന്നുകിൽ ഭാഗ്യം, നിർഭാഗ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ, നിർഭാഗ്യം എന്ന് പറയാൻ ഭാഗ്യം. ഇവരൊക്കെ അന്ന് ഒരാളാണെങ്കിൽ ഇന്ന് 3 ആൾ സ്റ്റേജ് ചെയ്യണം, മനസ്സിലായോ? ആ കൂടി ആരും മരിച്ചു പോയിട്ടില്ല അവർക്കും. അതുപോലെ തന്നെ നമ്മളെ സമസ്ത കേരള ജനതയ്ക്ക് വേണ്ടി സജീവം അഹോരാത്രം പരിശ്രമിക്കുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് അവരുടെ സ്മരണയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സ്ഥാപനത്തിന്റെ ഒരു നേതാവുമായ മുഹമ്മദ് സാഹിബ് ദാരിമി അവരുടെ ഇവർക്കൊക്കെയും സത്യത്തില് എന്താണ് ഇവിടെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മിക്കവാറും അലോൺസ് തന്നെ മിക്കവാറും അറിഞ്ഞിട്ടുണ്ടാവും. അതോടുകൂടെ നോട്ടീസുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യക്ഷസ്ഥാനത്ത് ഇരുന്ന് എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നിലക്കുള്ള ഈ സ്റ്റേജിൽ ഇരിക്കാനെന്ന് അർഹത എനിക്കില്ല. ഇവിടുത്തെ എക്സ് ഖതീബുമാർ, അതുപോലെ എന്നേക്കാൾ പ്രായമുള്ളവരും എന്നേക്കാൾ വിദ്യാഭ്യാസമുള്ളവരും പ്രാസംഗിക പരിചയമുള്ളവരും വിദ്യാസമ്പന്നരും എല്ലാ നിലക്കും വലിയ ആളുകളെ കാണുന്നവരൊക്കെ ഇരിക്കുന്നവരൊക്കെ. അപ്പോ ഒരു സംഗതി വിളിക്കുമ്പോൾ വരാക്കാൻ പറ്റൂല, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാൻ പറ്റൂല. അധ്യക്ഷൻ ഇരിക്കാൻ വേണ്ടി ഇരിക്കുന്നതുള്ളൂ, കൂടുതൽ ഇരിക്കാനും വയ്യ. ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാത്ത നിലക്കാവ് തോന്നുന്നു. കാരണം ബഹുമാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ ബാരി ഉസ്താദ് അവറുകൾ എല്ലാ പാർട്ടിക്കാരും ഓതുന്ന ആയത്ത് തന്നെ ജെപിക്കാരും ജികെക്കാരും എല്ലാ പാർട്ടിക്കാരും ഓതും. അള്ളാനെ പേടിക്കണേ, വേറെ ആരും പേടിക്കണ്ട, അള്ളാനെ പേടിക്കണം. എന്നിട്ടോ നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാവണം. ഇതെല്ലാവരും എപ്പോഴും പറയുന്നു. ഈ പറയുക മാത്രമല്ല, പ്രാവർത്തികമായി കാണിച്ചെന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവർ. അയാൾ സ്ഥാനം കിട്ടുകയാണെങ്കിലും മാനം കിട്ടണമെങ്കിലും പിന്നെ മറ്റ് തൂക്കി കൊടുക്കുന്ന സാധനമാണല്ലോ, എണ്ണാനൊന്നല്ല, തൂക്കാൻ മാത്രമുള്ള ആളുകൾ തന്നെ ഇവരൊക്കെ. അതൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി സാഹിബ് ഇരിക്ക പോലും. അപ്പം സത്യവാന്മാരെ കൂടെയാണ്, സത്യം അറിയുന്നവര് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ പ്രസംഗിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അതുപോലെ ഇവിടെ സത്യവാന്മാരെ കൂടെ ഇരിക്കാൻ മാത്രമല്ല, ഇവിടെ മറ്റൊരു നന്ദികേട് എന്താണെന്ന് അറിയും. ഏറ്റവും വലിയ നന്ദികേട് മറുഭാഗത്തിനുള്ളത്, ഏറ്റവും വലിയ നന്ദികേട് എന്നാണ് ഇവിടെ ഇപ്പോൾ നിലകൊള്ളുന്ന, ഇപ്പം സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ ഈ മദ്രസ കെട്ടിപ്പടുത്ത് ഉയർത്തുണ്ടാക്കി ആ ആദ്യകാലത്ത് തന്നെ പഠിച്ച് വളർന്നവരാണ് ഇതിനെ രീതിയിൽ പ്രവർത്തിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ. വലിയ ബേജാറാണ്. അത് മാത്രമല്ല, ഈ മക്കളുടെയൊക്കെ വാപ്പമാരെ നന്ദി കെട്ടവരായാണ് ഇവർ ചിത്രീകരിക്കുന്നത്. അവർ പറയുന്നുണ്ടോ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചോളം ആ വാപ്പമാർക്കൊക്കെ ഒരു പാർട്ടി ഒരു വേർക്കണം, ഇന്നും വേർക്കും. നിങ്ങൾ ആലോചിച്ചു, ഇവരെ ഉപ്പാമാരൊക്കെയും കണ്ണിയത്ത് ഉസ്താദിനെ, പാണക്കാട് തങ്ങന്മാരെ, ശംസുലമാനെ, അവരെ കാളമ്പാടി ഉസ്താദിനെ, അതുപോലെ തന്നെ നമ്മുടെ സീനത്ത് ഉസ്താദിനെ, എല്ലാവരെയും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.
أشهد أن لا إله إلا الله أشهد أن محمدا رسول الله لا حول ولا قوة لا حول ولا قوة إلا بالله الله أكبر الله أكبر لا إله إلا الله هذا سيدنا محمد رسول الله صلى الله عليه وسلم. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സദസ്യരോട് പറയാനുള്ളത് യഥാർത്ഥത്തിൽ സംസാരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ വലിയ സന്തോഷം കൊള്ളാനൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, പൊതുവെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാഗം പിരിഞ്ഞു പോലും അവർ മറ്റൊരു ശൈലിയിൽ പ്രവർത്തിക്കലും വൈരാഗ്യം പിടിച്ചുവെക്കലും അല്ലെങ്കിൽ ഇല്ലാത്തതും ഉള്ളതൊക്കെയും പലതും പ്രചരിപ്പിക്കലും ഇതൊക്കെയും രണ്ടു പാർട്ടിയും കുറ്റക്കാരാവില്ലേ? നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പോൾ വലിയൊരു വിഷയമാണിത്. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വെച്ചാൽ സംഭവിപ്പിച്ചതാണ്. സംഭവിച്ചതല്ല, സംഭവിച്ചതാണ്. ഇവിടെ പൂക്കോട്ട് സാഹിബ് ഒരു വിശദീകരണത്തിന് എന്നോ ഏറ്റിട്ട് അയാൾക്ക് വരാൻ വഴി കിട്ടാത്തതുകൊണ്ട് നോട്ടീസൊക്കെ ഇവിടെ എപ്പോഴും ഉണ്ടാകുമ്പോൾ അയാളൊന്നും വരണം, എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചോദ്യം വന്നപ്പോൾ അയാളവിടെ കൊണ്ടുപോകുന്നു. അയാൾ സംസാരിച്ചു. സൂഫിയാക്കളുടെ അവസാന സമയം സൂഫിയാക്കളെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു. ഇത് അയാളെ വകയിലല്ല. സ്വാഗത പ്രസംഗൻ പറഞ്ഞല്ലോ, ചില പണ്ഡിതന്മാരെ നമ്പാൻ പറ്റൂല, അവരെ കൂടെ ഇരിക്കാനും പറ്റൂല. അതിപ്പം അവന്റെ വകയിലല്ല, ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന ഒരു ചെറിയൊരു മാസ്റ്ററൊന്നല്ല, സമയത്തുടെ എല്ലാ രംഗത്തും മുസാവറയിലും അതുപോലെ തന്നെ സംസലമയായും മറ്റുള്ള പ്രഗത്ഭരായ പ്രശസ്തരായ സൂഫികളെ വര്യന്മാരായ പണ്ഡിതന്മാരെ വളരെ അടുത്ത ബന്ധങ്ങളാണ് പൂക്കോട്ടൂർ. ഞമ്മക്കൊക്കെ അയാളെ ചായ സർവീസും കാര്യം പറയുന്നതല്ല, പറയേണ്ടത് പറയാക്കാൻ വയ്യല്ലോ, ഹക്ക് പറയാക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഹക്ക് പറയൽ നിർബന്ധമാണല്ലോ. അങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ ആ കാരണത്താൽ ഇവരെന്തോ തെറ്റിദ്ധരിച്ചു പോയി ഇവിടെയുള്ള ആളുകൾ. ഈ തെറ്റിദ്ധാരണ അനുസരിച്ച് അവരും കൊണ്ടുവരും. പൂക്കോട്ടൂര് ഞങ്ങളെ ഷെയ്ഖിനെ തമ്മാടി എന്ന് വിളിച്ചു. സത്യത്തില് കിതാബിലെ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ഇബാറത്തിന്റെ സാരം മാത്രമാണ് സാധു പറഞ്ഞത്. മുസ്ലിംക്ക് വേറെ ഒന്നും പറയില്ല. കാരണം ഇത് അതോ അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്തതോ മനസ്സിലാക്കാതെ രണ്ടു മൂന്ന് സൈസുണ്ട മനുഷ്യന്മാര് 4 സൈസായിട്ട് ഗസാലിമാൻ പറയുന്നു. ജാഹില്, ആലിമ, അത് പറയാം. ആലിമാന്ന് അറിയണം. ഇതാണ് ഇവിടെ സംഭവിച്ചത്. പൂക്കോട്ടിൽ പറഞ്ഞത് എന്ത് എന്ന് അറിയാത്തവർ അന്നാസു ആദാഹുമാജഹിലൂന്ന്, ജനങ്ങൾ അറിയാത്തതിന്റെ ശത്രുവാണ്. അതുപോലെ എന്തോ സംഭവിച്ചു. ഏതെങ്കിലും ആട്ടെ, ഇപ്പൊ ഒന്ന് കഴിഞ്ഞ് പൂക്കോട്ടൂര്, രണ്ടാമത് പൂക്കോട്ടൂര് എതിരെ വന്ന് മറുപടി, മൂന്നാമതൊന്ന് വന്ന് മറുപടി, നാലാമൊന്ന് മറുപടി, ഇന്ന് മറുപടിയാണ്. ഇനിയും മറുപടി ഉണ്ടാവുന്നുണ്ടോ ആർക്കോ ഇല്ലെന്ന് അള്ളാഹു വേണം. അള്ളാഹുവിനെ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. മനസ്സിലായോ? ഇത് ആരോ പറഞ്ഞെന്നിട്ട് പറയല്ല, തെറ്റിദ്ധരിക്കരുത്.
ഇത് ഏതുവരെ പോവും അള്ളാഹ്ക്കേ അറിയാം. അതുകൊണ്ട് ഒരു നമ്മളെ സ്വാഗതപ്രധാനം പറഞ്ഞ മാതിരി നമ്മള് ഹക്ക് മനസ്സിലാക്കി ഹക്കിലേക്ക് മടങ്ങുക. ഹക്ക് മനസ്സിലാക്കി ഹക്കിലേക്ക് മടങ്ങുക. അല്ല എങ്കിൽ എന്ന് നമ്മളെ അണ്ടോണ ഉസ്താദ് ഇയാളെ വാപ്പായായിട്ടും ഞാൻ അറിയും. ഒരു സൂഫിയും ആലിമും പണ്ഡിതനും ഒക്കെയായിരുന്നു. സമസ്യ എന്നുള്ള അപ്പൊ വാപ്പാനെ വർദ്ധിക്കുകയാണെങ്കിൽ വാപ്പാനെ വർദ്ധിക്കണേ അയാൾ വർദ്ധിക്കണ്ടേ? വർദ്ധിക്കാൻ പറ്റൂല. അതേ ഞാൻ പറഞ്ഞ ഇവിടത്തെ കുട്ടികളെ വാപ്പാനെ നിങ്ങൾ വർദ്ധിക്കരുത്. മറ്റാരെ വർദ്ധിച്ചാലും വാപ്പാനെ ഉമ്മാനെ വർദ്ധിക്കാൻ പറ്റൂല. ആ വാപ്പയോ ഉമ്മയോ ഏതെങ്കിലും ഈ മദ്രസക്ക് സഹകരിക്കാത്തൊരു വാപ്പയും ഉമ്മയും ഈ നാട്ടിലില്ല. അവരെ നമ്മൾ ഒരിക്കലും വർദ്ധിച്ചുള്ള കുട്ടികൾ നന്ദിയാണ്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ. അവരൊക്കെ മരിച്ചുപോയെങ്കിലും അവരെ ആത്മാവും നമ്മളായിട്ട് ബന്ധമുണ്ട്. കഴിഞ്ഞുപോയ എല്ലാ മരിച്ചുപോയ ബന്ധം. ഈ ബന്ധം ഇവിടുത്തെ സമസ്തയുടെ എതിരാളികൾ ആരാണെങ്കിലും അവർ ചെല്ലിക്കണം. വാപ്പാരോടാണ് നമ്മൾ ഈ നന്ദിയുടെ കാട്ടുന്നത്. അള്ളാഹിനോടും റസൂലിനോടും സമസ്തനോടും മാത്രമല്ല, വാപ്പാനോടും ഉമ്മാനോടും നമ്മൾ നേറിയേറി കാണിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വാപ്പാർക്കും ഉമ്മാക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് 10 മണി വരെ പെർമിറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞു വിടുമ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഒരു യഥാർത്ഥ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട നമ്മളെ ഉസ്താദന്മാർ രണ്ടാളും നമ്മൾ തരുന്നു. അതെല്ലാം കേട്ട് മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിയിട്ട് എല്ലാ വിഭാഗവും നമ്മളെ എതിർവിഭാഗക്കാരാണെങ്കിലും അത് മനസ്സിലാക്കി പോകാവൂ എന്ന് നിങ്ങൾ പറയുന്ന സമയം വഴിയുന്നു. പലതും ഇവിടെ പറയാൻ ഇവിടുത്തെ ബേജാറ് മനസ്സിലെ സങ്കടം പറയാൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സമയം വഴിയതുകൊണ്ട് അതൊക്കെ നിശ്ചയിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് പ്രസംഗിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.